PROക്കെതിരായ പരാതി പൂഴ്ത്തിവെച്ച് ഗുരുവായൂർ ദേവസ്വം ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരിൽ നിന്ന് വിവരങ്ങൾ മറച്ചുവെക്കുന്നതിനെതിരെ പ്രസ് ക്ലബ് നൽകിയ പരാതിയാണ് പൂഴ്ത്തിയത്. VVIPകളുടെ സന്ദർശന വേളയിലെ വിവരങ്ങൾ പോലും യഥാസമയം കൈമാറാൻ PRO തയ്യാറാകുന്നില്ല. PROയുടെ നിയമനത്തിൽ അടക്കം ക്രമക്കേടുകൾ ഉണ്ട് എന്ന ആരോപണവുമായി BJP രംഗത്ത് എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, നമ്മൾ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് PRO അത്ര ചില്ലറക്കാരനല്ല. ഗുരുതരമായ പരാതികൾ ഈ PROക്കെതിരെ ഉയരുന്നുണ്ട്. ഈ പരാതികളെല്ലാം യഥാസമയം പൂഴ്ത്തി വെക്കുന്നുമുണ്ട്. എന്തൊക്കെ പരാതികളാണ് ഉയർന്നിരിക്കുന്നത്? ഗുരുവായൂർ ദേവസ്വം PROക്കെതിരെയാണ് തുടർച്ചയായിട്ടുള്ള പരാതികൾ ഉയരുന്നത്. അതായത് മാധ്യമ പ്രവർത്തകർക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയ PROക്കെതിരെ നടപടിയെടുക്കണമല്ലേ, അത്തരം കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പത്രപ്രവർത്തക യൂണിയൻ 3 ആഴ്ച മുൻപാണ് ഗുരുവായൂർ ദേവസ്വത്തിന് രേഖാമൂലം പരാതി കൈമാറുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ഈ PRO നൽകാറില്ല. നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ പല വിവരങ്ങളും അറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാറുണ്ടെങ്കിലും ഫോൺ പോലും എടുക്കാനായിട്ട് കൂട്ടാക്കാത്ത ഒരു PRO ആണ് ഗുരുവായൂർ ദേവസ്വത്തിലുള്ളതെന്നാണ് വാസ്തവം. എന്തായാലും ഇത് പതിവായതോടുകൂടിയാണ് മാധ്യമപ്രവർത്തകരുടെ പരാതി ഈ പ്രസ് ക്ലബിനെ അറിയിക്കുകയും പ്രസ് ക്ലബ്ബ് രേഖാമൂലമാണ് ഈ പരാതി ദേവസ്വം ബോർഡിന് കൈമാറുന്നത്, ഗുരുവായൂർ ദേവസ്വത്തിന് കൈമാറുന്നത്. ഈ പരാതി നൽകി 3 ആഴ്ച പിന്നിടുമ്പോഴും അതിലൊരു നടപടിയോ അല്ലെങ്കിൽ അതിലൊരു വിശദീകരണമോ നൽകാൻ ഇതുവരെ ഗുരുവായൂർ ദേവസ്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ VVIPകളുടെ തുടർച്ചയായിട്ടുള്ള ദർശനം ഉണ്ടാവുന്നു. അതേപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വാർത്തകൾ ഉണ്ടാവുന്നു. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി നമ്മൾ പലപ്പോഴും ബന്ധപ്പെടാറുണ്ട്. നമ്മൾ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ എല്ലാം ബന്ധപ്പെടാറുണ്ടെങ്കിലും ഇയാൾ ഫോൺ പോലും എടുക്കാൻ കൂട്ടാക്കാറില്ല എന്നുള്ളതാണ് കാര്യം. അതായത് പിന്നെ വാർത്തകൾ മറ്റ് സോഴ്സുകളിലൂടെ കണ്ടെത്തേണ്ട ഒരു അവസ്ഥയും നമുക്ക് ഉണ്ടാവാറുണ്ട്. എന്തായാലും ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെയും അതേപോലെ തന്നെ PROയുടെ നിലപാടിനെതിരെ വലിയ പരാതികളാണ് പല ഭാഗത്തു നിന്നും ഉയർന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ PRO ചില മാധ്യമ പ്രവർത്തകർക്ക് മാത്രമാണ് ഇത്തരത്തിൽ വിവരങ്ങൾ കൈമാറുന്നത്. അവർക്ക് വേണ്ടി പ്രത്യേക ഗ്രൂപ്പും ഈ PROയുടെ നേതൃത്വത്തിൽ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം 50ഓളം മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള വിവരവും നമുക്കുണ്ട്. എന്തായാലും ഇത്തരത്തിൽ അതോടൊപ്പം തന്നെ ഈ PROയുടെ നിയമനത്തിലടക്കം ക്രമക്കേടുകൾ ആരോപണങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. BJP ഇതിനെതിരെ ശക്തമായി രംഗത്തും എത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്? ഈ ഗുരുവായൂർ ദേവസ്വത്തിലെ PROയുടെ മുതൽ മറ്റെല്ലാ നിയമനങ്ങളിലും ക്രമക്കേടുണ്ട്, രാഷ്ട്രീയ നിയമനങ്ങൾ അവിടെ നടക്കുന്നു എന്നാണ് BJP പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. അതായത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവിടെ താൽക്കാലിക ജീവനക്കാരെയും അതേപോലെ തന്നെ കരാർ ജീവനക്കാരെയൊക്കെ എടുക്കുന്നതിന് വേണ്ടി പത്രങ്ങളിൽ പരസ്യം നൽകുകയും പിന്നീട് പിൻവാതിലിലൂടെ നിയമനം നടക്കുകയും ചെയ്യുന്നു എന്നാണ് പ്രധാനമായിട്ടും BJPയുടെ ഭാഗത്ത് നിന്ന് ആരോപണം ഉയർന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ PROയുടെ നിയമനവും ഉണ്ടായിട്ടുള്ളതെന്നൊരു ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. PROയുടെ നിയമനത്തിലെ ക്രമക്കേടിനെ കുറിച്ചും അന്വേഷിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് BJP. ശരി സാനു, എന്തായാലും PROക്കെതിരായ പരാതി ഗുരുവായൂർ ദേവസ്വം പൂഴ്ത്തിവെച്ചു എന്നുള്ള വ്യാപകമായ പരാതിയാണ് ഉയർന്നത്. ഒപ്പം തന്നെ ഈ PROയുടെ നിയമനത്തിലടക്കം വ്യാപകമായ ക്രമക്കേട് ആരോപണവും ഉയർന്നിട്ടുണ്ട്. BJP ശക്തമായി ഇതിനെതിരെ രംഗത്തും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാനു കെ സജീവാണ് തൃശ്ശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.